ചതുർത്ഥി ഗണേശോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പാഴൂർ മണപ്പുറം കടവിൽ ഗണപതി വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ 3 ദിവസമായി വിവിധ ക്ഷേത്രങ്ങളിൽ പൂജിച്ച 20ഓളം വിഗ്രഹങ്ങളാണ് ആചാരവിധി പ്രകാരം പാഴൂർ പുഴയിൽ നിമജ്ജനം ചെയ്തത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. വിശ്വ ഹിന്ദു പരിഷത്ത് ചോറ്റാനിക്കര പ്രഖണ്ഡിന് കീഴിലാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ച് 7-ന് പൂജ തുടങ്ങിയത്. ഇവിടങ്ങളിൽ പ്രത്യേക പൂജകൾക്കും ഉച്ചയ്ക്ക് പ്രസാദഊട്ടിനും ശേഷം വിഗ്രഹങ്ങൾ നിമജ്ജന ഘോഷയാത്രയായി മുളന്തുരുത്തി പൂത്രിക്കോവിൽ ക്ഷേത്രത്തിലെത്തിച്ചു. അവിടെ നിന്നും എല്ലാ വിഗ്രഹങ്ങളുമായി നിമജ്ജന ഘോഷയാത്ര പുറപ്പെടുകയായിരുന്നു. പിറവം മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹ ഘോഷയാത്രകൾ പിറവം പിഷാരുകോവിലെത്തി. രണ്ടിടത്തെയും നിമജ്ജന ഘോഷയാത്രകൾ ഒന്നിച്ച് പിറവം ടൗൺ ചുറ്റി പാഴൂർ പെരുംത്രിക്കോവിൽ മഹാദേവ സന്നിധിയിൽ എത്തിച്ചേരുകയായിരുന്നു. ക്ഷേത്ര സന്നിധിയിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾക്ക് മുൻപിൽ പിറവം നാട്യകലാക്ഷേത്ര നൃത്താഞ്ജലി അർപ്പിച്ചു. മേൽശാന്തി മനോജ് നമ്പൂതിരി പ്രത്യേക പൂജകൾ നടത്തി ആരതി ഒഴിഞ്ഞു. ദീപാരാധനയ്ക്ക് ശേഷം വിഗ്രഹങ്ങൾ മണപ്പുറത്തേക്ക് എഴുന്നള്ളിച്ച് പുഴയിൽ നിമജ്ജനം ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.